സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സമാപനം. സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടത്തിൽ കണ്ണൂരാണ് മുന്നിൽ. തൃശൂരും പാലക്കാടും തൊട്ടു പിന്നിലുണ്ട്. സമാപന ചടങ്ങിൽ നടൻ മോഹൻലാലാകും മുഖ്യാതിഥിയായി എത്തുക. വിപിൻ സി വിജയനാണ് കലോത്സവ നഗരിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. അങ്ങനെ 5 ദിവസം നീണ്ട കലാമാമാങ്കത്തിന് ഇന്ന് അവസാനമാവുകയാണ്. ഇന്നിപ്പോൾ കണ്ണൂർ മുന്നിൽ നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഒപ്പം തന്നെ തൊട്ടു പിന്നിൽ മറ്റു 2 ജില്ല കോഴിക്കോടും പാലക്കാടും നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്ന മത്സരങ്ങൾ എങ്ങനെയാണ്? എപ്പോഴായിരിക്കും മത്സരങ്ങൾ സമാപിക്കുക? പ്രവിത, 64ാമത് സംസ്ഥാന കലോത്സവം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ്. അപ്പോൾ കൗമാര പ്രതിഭകളുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനത്തിനാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അതോട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയാം, ഒപ്പത്തിനൊപ്പം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പോയിന്റ് നില. ആ സ്വർണ്ണക്കപ്പിൽ ഏത് ടീം ഏത് ജില്ല മുത്തമിടും എന്നുള്ളത് കാണാൻ തന്നെയാണ് കാത്തിരിക്കുന്നത്. കണ്ണൂരാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അതായത് 990 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ നിൽക്കുന്നു. രണ്ടാമതായി തൃശ്ശൂർ ജില്ല തന്നെയാണ്. തൃശ്ശൂർ ജില്ലയ്ക്ക് 983 പോയിന്റ് ആണെങ്കിൽ തൊട്ട് പിന്നിൽ പാലക്കാട് കോഴിക്കോടിനെ മറികടന്നെത്തി. അങ്ങനെ 982 പോയിന്റ് പാലക്കാടിന്, 981 പോയിന്റ് കോഴിക്കോടിന്. അങ്ങനെ ഓരോ പോയിന്റ് വ്യത്യാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എല്ലാ മത്സരങ്ങളും വളരെ നിർണായകമെന്ന് തന്നെ പറയാം. ഇന്ന് നാടോടി നൃത്തം, ഒപ്പം തന്നെ കുച്ചിപ്പുടിയുണ്ട്, സംഘഗാനം, ഉറുദു സംഘഗാനമുണ്ട്, വഞ്ചിപ്പാട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാന ഐറ്റങ്ങളായി പ്രധാന വേദികളിൽ നടക്കാനുള്ളത്. ഇത് ഞാൻ നിൽക്കുന്ന 1ാമത്തെ വേദിയിലാണ്. ഇവിടെയാണ് ഇന്നിപ്പോൾ നാടോടി നൃത്തം നടക്കാൻ പോകുന്നത്. ഏകദേശം 4 മണിയോട് കൂടി തന്നെ സമാപന സമ്മേളനത്തിലേക്ക് കടക്കും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. നടൻ മോഹൻലാൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മോഹൻലാലും പ്രതിപക്ഷ നേതാവ് കൂടി ചേർന്നായിരിക്കും സ്വർണ്ണക്കപ്പ് കൈമാറുകയും ചെയ്യുക. അപ്പോഴേക്കും എല്ലാ ആളുകളും ഈ 1ാമത്തെ വേദിയിലേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും പിന്നീട് ചടങ്ങുകൾ നടക്കുകയും ചെയ്യുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. വളരെ സമാധാനപരമായി വളരെ നല്ല രീതിയിലുള്ള ഒരു ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു കലോത്സവം കൂടിയാണ് ഈ സമാപിക്കുന്നത്. അതിൻ്റെ എല്ലാ ആവേശവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ അത്രയേറെ ജനപങ്കാളിത്തം ഓരോ സ്റ്റേജിലും, വൃന്ദവാദി നടക്കുന്ന സ്റ്റേജിലടക്കം പൂർണ്ണമായും ആളുകളുടെ ഒരു ജനപങ്കാളിത്തം നമ്മളെ അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ് തൃശ്ശൂരിലുള്ളത്. അപ്പോൾ അല്പസമയത്തിനകം തന്നെ 8:30 തന്നെ ആദ്യ മത്സരങ്ങൾക്കൊക്കെയുള്ള ഒരു തുടക്കം ആവുകയും ചെയ്യും. പ്രമിത, എന്തായാലും അവസാന ദിവസം അടിച്ചു വിളിക്കൂ വിപിൻ സി വിജയൻ. 24ന്റെ സംഘവും അവിടെ തുടരുന്നുണ്ട്. വിപിൻ സി വിജയനാണ് കലോത്സവ നഗരിയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.